Hey guys, welcome back to Lax YouTube channel. It's me Lachi here. So it's been so long I posted something on this channel and here we go. I thought to do a day in my life. So yeah guys, you are watching my day in my life and watch till the end and let me know if you like the video. Yeah. I forgot to take the intro, that's why I took it right now. Video കാണുന്നവർക്ക് മനസ്സിലാവും right now where I'm going. So yeah guys, let's go watch the video. I'm late today as usual and here we go. Bye bara. Oh sorry. Hey guys, so first year going 4 more hours, 3 more hours. Here we go, my girls game. Hi bara ellarum. Va. Hi guys. Vlogilano. Bara. എൻ്റെ ക്ലാസ് കഴിഞ്ഞു ലൈക്ക് 4th hour I mean ലാസ്റ്റ് ഇയറിൽ ഒരു ഹാഫ് ആൻ അവർ ഇരുന്നിട്ട് ഞാൻ ഇറങ്ങി ബിക്കോസ് ഐ വോണ്ട് ടു ഗോ ടു ഹോസ്പിറ്റൽ. അപ്പോൾ സാർ ഓക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി ആൻഡ് നൗ ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ഓൺ ദ വേ ടു ഹോസ്പിറ്റൽ. അയ്യേ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ പോകാനുണ്ട്. കോളേജിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവൻ കോളേജിൽ പോയിട്ടില്ല ബൈ ദ വേ. കാരണം അതിന് കോളേജ് ഇപ്പം ഒന്ന് നാട്ട് പിന്നെ എന്തൊന്ന് കോളേജിൽ ഇവിടെ സോ ഹോസ്പിറ്റൽ വിസിറ്റ്. ലെറ്റ്സ് ഗോ. കിട്ടുന്നില്ല ലേറ്റ് ആയപ്പോൾ ഇവൻ കാരണമാണ് ഇവൻ ഡ്രൈവ് ചെയ്യാൻ ലേറ്റ്. അല്ല ഇപ്പം ലേറ്റായി വരാൻ വേണ്ടിയിട്ട് അത് കാരണം. ഇപ്പോൾ നമ്മളെ വിളിക്കുമെന്ന് പറയുന്നത് വെയിറ്റിംഗ് ആണ്. മെഡിസിൻ വാങ്ങാൻ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്ക് എത്ര ബിൽഡിംഗ് ആണ്. ഇവിടെ എന്താ എന്നെ ഇങ്ങനെ സ്ട്രക്ചറിൽ എടുത്തിട്ടൊക്കെ പോയത്. ഐ മീൻ 2 weeks ബിഫോർ. എന്താ പറയാ ഇവിടെ ഇത്ര പൊട്ടിയെന്നറിയോ? ഇല്ല 46,000 പ്രിൻസ് ട്രീറ്റ്മെന്റ് ഇതുണ്ടോ കഴിച്ച് ഇവക്ക് വേണ്ടി സെറ്റാക്കി വെച്ചത്. കിടന്നു ചാരിക്കോ ഭയങ്കര ചൂടല്ലേ എന്നാ പിടിച്ചോ വേഗം കേറി. ഇനി ഹോസ്പിറ്റലിൽ ഇവിടെ എന്തായാലും തിരിച്ചു വരേണ്ടി വരില്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് വിസിറ്റ്. അയ്യോ പൊള്ളുന്നേ. ദിസ് ഈസ് ദ ലാസ്റ്റ് വിസിറ്റ്. സോ ഫൈനലി ഡൺ ഗൈസ്. ഇനി ഞാൻ ഈ ഡോക്ടറിൻ്റെ അടുത്ത് റീഹാബ് ചെയ്യേണ്ടെന്ന് ആക്ച്വലി പറഞ്ഞത്. ബട്ട് അല്ല ബൈ ദ വേ എൻ്റെ പ്രോബ്ലം എന്താ ഞാൻ പറഞ്ഞിട്ടില്ല. പ്രോബ്ലം പറയണോ? പ്രോബ്ലം ഇല്ല ആക്ച്വലി. ഞാനത് പറയാം ഗൈസ്. ഇപ്പോൾ വിശക്ക് പറയാൻ കുറേ ഉണ്ട്. പിന്നെ ഗായ്സ് റൊണാൾഡോ കമന്റ് ഇടാണ്ട് പറയൂല. അച്ഛനോട് ഞാൻ കമന്റ് ഇടാൻ പറ. നമ്മൾ മന്തിയൊക്കെ വന്ന് ഗൈസ് അറേബ്യൻ പാലസിലെ മലായ് അൽഫാം മന്തി. ഗൈസ് എനിക്ക് ചെറുതിട്ടിരുന്നുണ്ടോ? കാരണം എന്തെങ്കിലും അവസാനം എനിക്ക് തോന്നുന്നു ഇത് നിനക്ക് വരും. അവ എടുത്ത് കണ്ടില്ലേ, ഒരു ഫസ്റ്റ് ബൈറ്റ് ഒരുമിച്ച് എടുക്കാണ്ട് റൂളാ. ഞാനും ആകാശൊക്കെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബൈറ്റ് ഞാനും ആകാശം ഒരുമിച്ച് എടുക്കും. എങ്ങനെയുണ്ട് സെക്കൻഡ് ബൈറ്റ് എടുക്ക്. ആക്ടിങ് ഉണ്ടോ? ഡെയിലി ഇവിടെ തന്നെ.
ഞാൻ പറഞ്ഞില്ലേ നേതേക്കാളും ടോപ്പല്ലേ പറഞ്ഞതാണ്. സി സി ഇത് മാത്രമേ ബാക്കി അറിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ. ഓക്കെ ഗൈസ്, നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ ബൈ. ഫുഡ് ഫുഡ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ആൻഡ് ഈ ഫുഡ് കഴിച്ചില്ല. ലച്ചു ഫുഡ് കഴിച്ചില്ല, 2 പെട്ടി ചോറ് കഴിച്ചു. പിന്നെ കുറച്ച് ചിക്കൻ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ കഴിക്കാൻ കഴിച്ചു. ഇപ്പോൾ ടൈം കഴിഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റില്ല. സോ ഗൈസ്, ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം അത് വരാം. പക്ഷെ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ഇവിടെ ഇല്ല. അത് ഒരു 3 കൊല്ലം 4 കൊല്ലം പിന്നോട്ട് പോകണം. ഞാൻ അങ്ങനെ അല്ല. ആക്ച്വലി ഞാൻ ഗോകുലത്തിലായിരുന്നപ്പോൾ എനിക്ക് അപ്പോൾ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ എനിക്കിങ്ങനെ ബാക്ക് പെയിൻ വന്നിട്ട് അതിനെ ഇഗ്നോർ ആക്കി. എനിക്ക് പക്ഷെ ഒരു ദിവസം നല്ല പെയിനായിട്ട് എനിക്ക് ട്രെയിനിങ്ങിനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനത്തെ അത്രയ്ക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആ സമയം അങ്ങനെ ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല, കൺസൾട്ട് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. മൊത്തത്തിൽ അത് ഇഗ്നോർ ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഗെയിമൊക്കെ സ്റ്റോപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരിക. കോളേജിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഇയറിൽ ജിമ്മിൽ പോയിട്ട് ഞാൻ അതൊക്കെ ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. ചെയ്യില്ലായിരുന്നു അതൊക്കെ ഒന്നും. കാരണം എനിക്കറിയാം എനിക്ക് ബാക്ക് ഇഞ്ചുറി ഉണ്ട്. ഞാൻ ചെയ്തോന്ന് പറഞ്ഞോണ്ട് ഞാൻ പിന്നെ എന്തോന്നു ഇത് എന്നാ ചെയ്തേക്കാം എന്ന് വെച്ച് ഞാൻ ഒരു ദിവസം എന്താ ചെയ്ത ഡെഡ് ലിഫ്റ്റ് ചെയ്തു. ഡെഡ് ലിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് ബാക്ക് നല്ല പെയിനായി. പിന്നെ 3 ദിവസത്തേക്ക് ഞാൻ ക്ലാസ്സിലും പോയില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പിന്നെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോയോ ഇല്ല, ട്രീറ്റ്മെന്റ് ചെയ്തോ ഇല്ല, കൺസൾട്ട് ചെയ്തോ ഇല്ല, ഒന്നും ചെയ്തില്ല. എക്സാക്ട്ലി ഞാൻ തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ജിമ്മിലൊക്കെ പോയി തുടങ്ങി. പിന്നെ ഞാൻ ലൈക്ക് എന്താ പറയാ, അങ്ങനെ ഹെവി വെയിറ്റ് ഒന്നും ഞാൻ ചെയ്യില്ല. ബോയ്സ് ഒക്കെ എടുക്കുന്ന വെയിറ്റ് ലച്ചു ശക്തിശാലിയായിട്ടാ, ഗേൾസിനെ പോലെയല്ല. അങ്ങനെയല്ല, ഗേൾസിൽ വെച്ച് നോക്കുമ്പോ ഓക്കെ. സോ അങ്ങനെ എന്താ 17 കിലോ ഒക്കെ എടുക്കും കേട്ടോ. 17.5 ഷോൾഡർ പ്രസ് ഒക്കെ ചെയ്യും 15 ഒക്കെ. ഇപ്പൊ പറ്റൂല, ഇപ്പൊ 5 ചെയ്യേണ്ടതാണ്. ഇപ്പൊ 500 ഗ്രാം അതാ മാക്സിമം വെയിറ്റ് വെക്കാൻ പറ്റുക. ഓക്കെ, സോ ബാക്ക് ടു ദ പോയിന്റ്. നീ എന്തിനാ ടോപ്പിക് ചെയ്യുന്നത്? പിന്നെ ലാസ്റ്റ് ടൂർണമെന്റ് ക്രിസ്പോ കളിക്കാൻ പോയി, ക്രൈസ്റ്റ് കോളേജിന്റെ. അതിന് പോയപ്പോഴാണ് എല്ലാത്തിനും സ്ലൈഡ് ചെയ്തു. അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അങ്ങനെ വലിയ ടീമില്ല കോളേജ്. മാത്രമേ ഉള്ളൂ കളിക്കാൻ. പറയാ പൈസ ഒന്നും കേട്ടോ ഇതൊന്നും പറയാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അന്നത്തെ മാച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താ ഫസ്റ്റ് മാച്ച് കളിച്ചിട്ട് എനിക്ക് നല്ല പെയിനായി. എനിക്ക് നീയൊക്കെ നല്ല പെയിനാവും, അതിൻ്റെ കൂടെ എനിക്ക് ഫീവറുമായി. എനിക്ക് കളിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കോച്ചിനോട്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കോച്ചിൻ്റെ ഇത് ഒരു പെയിൻ കില്ലർ കൂടി എടുത്തിട്ട് ഇറങ്ങിക്കോ, സീനില്ലാതെ. പിന്നെ ഒരു ഉറക്കമൊക്കെ ഇട്ട് എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് നല്ല മനസ്സിലായി ഈ കളി കളിച്ചാൽ എന്തായാലും പണിയാവും. ആൻഡ് അന്ന് ഞാൻ കളിക്കും മുമ്പും പ്ലേയേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ലൈക്ക് ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് മാച്ച്. ആക്ച്വലി ധോനിനോട് ചോദിച്ചു നോക്കും, ഞാൻ ഇങ്ങനെ പ്ലേയേഴ്സിനോട് പറയുന്നത് ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് മാച്ച്, ഐ മീൻ കോളേജ് ടീമിന് വേണ്ടിയിട്ട്. എക്സാക്ട്ലി അത് തന്നെ നടന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് നല്ല പണിയായി. പിന്നെ അന്ന് തന്നെ പോയി എടുത്തല്ലേ MRI അല്ല പിറ്റേ ദിവസം. അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വന്നവർ നമ്മൾ MRI എടുത്തു, ലെഗും എടുത്തു, പിന്നെ ബാക്കും എടുത്തു. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, സ്ലൈഡ് ചെയ്തിട്ട് അങ്ങനെ ബാക്ക് പെയിൻ പോയി. അപ്പോൾ 2 MRI എടുത്തപ്പോൾ 11,000. ഓക്കെ. സോ കാലിൽ ഞാൻ മിനിസ്കസ് ആണെന്ന് വിചാരിച്ചിരുന്നത്, അത് ACL ടീയർ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് സ്റ്റേജ്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് നമുക്ക് റീഹാബൊക്കെ ചെയ്ത് സെറ്റാക്കുക എന്നുള്ളൂ, ഫിസിയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഫുൾ കോൺഫിഡൻസ് ആണ് അതിൻ്റെ കാര്യത്തിൽ. പക്ഷേ പെയിൻ ഉണ്ട് ഗൈസ്. ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ നടക്കുമ്പോൾ കുഴപ്പമില്ല, സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഇച്ചിരി ഉണ്ട്. സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ കോമഡിയാണ്. നോർമലായിട്ട് നടന്നിട്ട് പെട്ടെന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ കയറുന്നത്, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ അതും പിന്നെ ബാക്കാണ് ആക്ച്വലി മെയിൻ വെയിറ്റ്. പക്ഷേ ഇല്ലേ, അന്ന് കളി കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ
ആ MRI ഒക്കെ എടുത്തിട്ട് വന്നതിന് ശേഷം എനിക്ക് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പിന്നെയും കൺസൾട്ട് പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്ത് ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മിട്ടം വെച്ചമൊക്കെ വരും. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാം പ്രോപ്പറായിട്ട് ഒന്ന് ചെയ്യാന്നോ കരുതിയിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഹെവി എടുക്കേണ്ട ലൈറ്റ് വെയിറ്റിൽ വർക്കൗട്ട് ചെയ്ത് പോകാം. ഞാൻ ഷോൾഡർ ചെയ്തു. എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ ഓക്കെ ആയിരുന്നു. എന്നിട്ട് വേറെ എന്തോ ചെയ്തായിരുന്നു ഒരു ദിവസം ഫുൾ ഓക്കെ. എന്നിട്ട് ഒരാള് ലൈക്ക് ബാക്ക് വർക്കൗട്ട് ചെയ്യുക. അപ്പൊ എന്നോട് പറഞ്ഞു സീനില്ല. ഞാൻ ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ടുണ്ട്, MRI റിപ്പോർട്ട് കഴിച്ചു കൊടുത്തിട്ട് ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാവോന്ന്. എന്നിട്ട് ഞാൻ ചില വർക്കൗട്ട്സ് ഞാൻ പറയുന്നുണ്ട് ചെയ്യണ്ട, ഇത് ചെയ്ത പണിയാവും വേണ്ട. ഒരു സീനും ഇല്ല. ചാറ്റ് ജിപിടിനോട് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ബാക്ക് ഇഞ്ചറി ആയ ഒരു ആളിങ്ങനെ വയ്യ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഇല്ല ചാറ്റ് ജിപിടിനോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പൊട്ടത്ര. ഞാൻ അവിടെ ചത്ത് കിടന്നാലും പോയി ചാറ്റ് ജിപിടിനോട് ചോദിക്കും എന്ത് ചെയ്യണമെന്ന്. അങ്ങനത്തെ അത്രയ്ക്കും ആണ് ഗൈസ്. സോ പിന്നെ അതിനുശേഷം നല്ല സീനായി. അന്ന് ചെയ്ത് അന്ന് തന്നെ ആയില്ലേ? അന്ന് നൈറ്റ് അല്ലേ? ജിമ്മ് വർക്കൗട്ട് അതിന്റെ അടുത്ത ദിവസമാണ് കോളേജിൽ നിന്ന്. ഓക്കെ എഫക്ട് പിറ്റേ ദിവസമായിരുന്നു. അത് ആക്ച്വലി വെനസ്ഡേ ആയിരുന്നു. യൂണിഫോം ഇട്ടിരുന്നോണ്ട് എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അതിന്റെ കൂടെ ഞാൻ ഹീൽസും ഇടുന്നുണ്ടായിരുന്നു. ഹീൽസ് ഇടാതെ ഇരുന്നിട്ടില്ലായിരുന്നു. ഫാഷൻ പിച്ചക്കിന് എന്തായാലും ഹീൽസ് വേണം. ഹീൽസ് ഇടാണ്ടെന്ന് പറഞ്ഞാൽ ഇടുവോ ഇടും, എന്തായാലും ഇടും. പിന്നെ ഞാൻ പറഞ്ഞു ജിമ്മിൽ വരണ്ട, പക്ഷെ എന്നാലും വന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഏതായാലും വന്നില്ലേ, ഇനി ഏതായാലും വന്നു ബാക്കും ചെയ്യും. ഇത് ലോ പോയിന്റ് പാർക്കിംഗ് അല്ല, കേൾക്കൂല. അങ്ങനെ അത് ആര് കാരണം ഇത്ര എത്തിയത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതാ ജിമ്മിൽ വരണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഡിസംബർ 2025 ഒരു മഹാനായ പുരുഷൻ ഞാൻ പറഞ്ഞു MRI എടുക്കാൻ നടുവിന്റെ എന്തായാലും അതല്ല പ്രശ്നം ഉണ്ടാവും. നടുവിന്റെ MRI എന്തായാലും എടുക്കണം. അപ്പൊ അല്ല ആ ടൈം ഞാൻ എന്റെ വീട്ടിൽ പറയുമ്പോ എന്റെ അമ്മക്ക് ഭയങ്കര സില്ലിയായിരുന്നു. ഇതിപ്പോ എന്താ വല്ല കളിക്കാനൊക്കെ പോയിട്ട് അവിടെ ഇവിടെ ഇടിയിട്ട് വന്ന് പറയുന്നതെന്ന് അവരൊക്കെ ഭയങ്കര സില്ലി എന്റെ കാര്യത്തിൽ. എനിക്ക് എപ്പോഴും എവിടെന്നെങ്കിലും ഒക്കെ ഇടി കിട്ടാറുണ്ട്. അപ്പൊ അവരൊക്കെ സില്ലിയായിട്ട് എടുത്തു. എന്നിട്ട് കോളേജിൽ നിന്ന് ഇപ്പൊ എക്സാക്ട്ലി എന്ന് വെച്ചാൽ ഇപ്പൊ തേഴ്സ്ഡേ 2 weeks before like literally 15 days ആയി. അന്ന് വെനസ്ഡേ ക്ലാസ്സിൽ പോകുമ്പോ എന്തായി, എനിക്ക് നല്ല ബാക്ക് പെയിൻ ആയി. ഉച്ചയ്ക്ക് നല്ല ബാക്ക് പെയിൻ. ക്ലാസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എന്താ ലിറ്ററലി കരഞ്ഞു ഗൈസ്. അതിങ്ങനെയൊക്കെ കഴിയാത്ത ഞാൻ. എന്നിട്ട് ഞാൻ പിന്നെ ഇറങ്ങി. എന്നിട്ട് പിന്നെ എനിക്ക് വീൽ ചെയറൊക്കെ എടുത്തിട്ട് വന്നിട്ട് കോളേജിൽ നിന്ന് തന്നെ കാർ അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ അവര് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അടുത്തൊരു ഹോസ്പിറ്റലിൽ. അവിടെ പോയിട്ട് പെയിൻ കില്ലർ എന്തോ ഇഞ്ചക്ട് ചെയ്തു. എന്നിട്ട് 2 ഡോസ് എന്തോ തന്നായിരുന്നല്ലോ, 2 എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ സെറ്റായി. ഈവനിങ് ക്ലാസ് വിടുമ്പോ വിളിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ പിന്നെ കാറും കൊണ്ട് വന്ന് എടുക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമൊക്കെ എത്തി ഫുള്ള് ചില്ലായി. പക്ഷെ ആക്ച്വൽ പെയിൻ, റിയൽ പെയിൻ വന്നത് നൈറ്റ് ആയിരുന്നു. പക്ഷേ നൈറ്റും ഇവിടെ മുഖത്ത് പേരുണ്ടെങ്കിലും പേരൊന്നും ഇല്ല കാണിക്കുന്ന ഇങ്ങോട്ട് മുഖവും കാണിക്ക്, നിന്റെ മുഖം കാണിക്ക്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് പാനൂര് പോയിരുന്നു. അപ്പവും പറയുന്നുണ്ട് പെയിനില്ല. ഞാൻ പറഞ്ഞു പെയിൻ ഉണ്ടെങ്കിൽ പോവാ. ആക്ച്വലി പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് ചട്ടത്തി ഞാൻ ഓക്കെ അത്ര ഇതാവില്ല. പക്ഷെ ബൈ ദ ടൈം നമ്മൾ എന്ത് ചെയ്ത് പോയിട്ട് ബാക്ക് സപ്പോർട്ട് ബെൽറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും വാങ്ങാൻ റെഡി ആയിട്ടില്ല. ഓക്കെ വാങ്ങി. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താ ഫുഡ് വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മള് ഫുഡ് വാങ്ങാനല്ലേ ആക്ച്വലിന്റെ അവിടെ പോവാന്ന് വെച്ചല്ലേ ഫുഡ് വാങ്ങാൻ പോയത്. എന്നിട്ടാണ് ഫുള്ള് സീനായി. എന്റെ ലൈഫിൽ ലിറ്ററലി ലൈക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു ഇഞ്ചുറി എനിക്ക് ഇങ്ങനെ ഇത്ര പെയിൻ വന്നിട്ടുള്ള ഒരു ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സർജറിയും പിന്നെ ഈ സ്റ്റിച്ചൊക്കെ ഇടുമ്പോഴ് ലിറ്ററലി എനിക്കിങ്ങനെ ബോധം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എനിക്ക് ആ പെയിനൊക്കെ വെച്ചില്ല എന്റെ ലൈഫിൽ ഇന്നേരം എനിക്ക് ഇങ്ങനത്തെ ഒരു 2 ആക്സിഡന്റ് ആയിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഒന്നിലും എനിക്ക് ഇങ്ങനത്തെ ഒരു പെയിൻ വന്നിട്ടില്ല ഇന്നേ വരെ. അയ്യോ അന്നത്തെ ആ പെയിൻ പക്ഷെ അന്ന് മനസ്സിലായി. കരഞ്ഞ അത്ര കരഞ്ഞില്ലല്ലോ, അത്ര കരഞ്ഞിട്ടൊന്നുമില്ല. വേദന എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെറുതായിട്ടെന്തോ കരഞ്ഞു ഇച്ചിരി കരട്ടുള്ളൂ ശരിക്കും.
ലച്ചു ഭയങ്കര സ്ട്രോങ് അല്ലേ, അവളൊക്കെ കരുന്നുണ്ടല്ലോ, എല്ലാരും പേടിച്ചു പോയി. എന്നിട്ട് അങ്ങനെ എന്നിട്ട് അന്ന് പോയി, എന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് എനിക്ക് ഒരു ബോധവും ഇല്ല, എന്നെ അങ്ങനെ കൊണ്ടുപോയതുപോലെ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെയായിരുന്നു എന്നെ കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ എത്തി, അവിടെ അപ്പൊ എനിക്ക് ലൈക്ക് ആദ്യം പെയിൻ ഇങ്ങനെ മുകളിലോട്ട്, എനിക്ക് ലോവർ ബാക്കിലാണ് ഇഞ്ചുറി ഉള്ളത്, ലെഫ്റ്റ് സൈഡിൽ L4 L5 പിന്നെ S1 ആണ്, ബൾജ് ഉണ്ട് L4 L5 അല്ലേ. അപ്പൊ പിന്നെ എനിക്ക് പെയിൻ അങ്ങനെ പിന്നെ മുകളിലോട്ടും കയറുന്നത് കുറെ കഴിഞ്ഞപ്പോൾ താഴോട്ടൊക്കെ പെയിൻ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഗ്രോയിൻ വരെ എനിക്ക് എന്റെ കാലിലേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, അതിന്റെ താഴോട്ട് പിന്നെ എനിക്ക് കാല് ഫീൽ ചെയ്യുന്നില്ല. സോ ഐ വാസ് ലൈക്ക് പോയി, കാല് പോയി, ഇനി കാലൊന്നും ഇല്ല, ഇനി അനങ്ങില്ല, അങ്ങനത്തെ അവസ്ഥ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവാൻ തുടങ്ങി, പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുമായി. അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ തലയും വേനക്ക് മൊത്തം ബോഡി ടെമ്പറേച്ചറൊക്കെ എന്താ സ്പോട്ടിലാണ് ചെയ്യണം. ഒരു സമയം പെട്ടെന്ന് ചൂടാവും, ഒരു സമയം പെട്ടെന്ന് കോൾഡ് ആവും. അന്ന് ഫുള്ള് ചൂടായിരുന്നു അല്ലേ, പക്ഷേ അന്ന് ഫുള്ള് ചൂടായിരുന്നു. അങ്ങനെ അത് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എനിക്ക് ബോധമില്ലായിരുന്നു ആക്ച്വലി, സ്ട്രക്ചറിലൊക്കെ എടുത്തിട്ടാ പിന്നെ അവിടെ എത്തിയിട്ട് അകത്തോട്ട്. എന്നിട്ട് പക്ഷെ ലിറ്റിൽ ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് കണ്ടു നോക്കുമ്പോ ഈ നല്ല ഹോസ്പിറ്റലിൽ കുറെ നല്ല നഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മലയാളീസ് ഒക്കെ. എന്ത് സീനാണ് നോക്കിയവരൊക്കെ എന്നെ. ഇങ്ങനെ ഞാൻ സ്ട്രെസ് ആവുന്ന കണ്ടിട്ട് അവരെന്നെ കാമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല ഇതായിരുന്നു, സപ്പോർട്ടായിരുന്നു. അവര് കസ്റ്റമേഴ്സിന് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി തന്നെ എന്ത് രസം, നല്ല ഇതായിരുന്നു. അതിനനുസരിച്ച് വണ്ട് ഉണ്ട് ബൈ ദ വേ. ബട്ട് സ്റ്റിൽ പിന്നെ ഒരു ദിവസം അഡ്മിറ്റ് ആക്കി. പിന്നെ അഡ്മിറ്റ് ആക്കിയത് ആക്ച്വലി നല്ലതായിരുന്നു, കാരണം അന്ന് തന്നെ എത്ര ഓരോ ടൈം ആ ഡോസ് കഴിയും തോറും എനിക്ക് തന്നിട്ടായിരുന്നത് അവര്. അത് കാരണം പിന്നെ അവിടെ പിന്നെ ബൈ ദ വേ ഗൈസ്, എന്റെ ഫ്രണ്ട്സിന് പിന്നെ പറയണ്ടല്ലോ, സീനല്ലേ. കാരണം എനിക്ക് ഇങ്ങനെ ഇത് വന്നപ്പോ അവര് ഒരുപാട് ബുദ്ധിമുട്ടായി ആക്ച്വലി. ആഷ്ലി, ആകാശ്, അഖിൽ ബിജു ആണ് ബൈ ദ വേ, കുഞ്ഞൻ, ജഗത്തൊക്കെ. അയ്യോ എല്ലാരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അയ്യോ പാവം എല്ലാവർക്കും ഞാൻ കാരണം ബുദ്ധിമുട്ടാകുന്നുണ്ട് അങ്ങനെ. പക്ഷെ ആക്ച്വലി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എങ്ങാനും ആണ് എനിക്കിത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്താ പറയാ, ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ആരുമില്ല. അല്ല ഊബർ ക്യാബ് ബുക്ക് ക്യാബ് ഡ്രൈവർ പിടിച്ചു എങ്ങനെയെങ്കിലും നമ്മൾ മാനേജ് ചെയ്യും, വണ്ടിയിലല്ലോ. പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുന്ന പോയോ, അതാണ് ഏറ്റവും വലിയ പ്ലസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ നേരത്തെ വ്ളോഗ് കട്ടാവാൻ കാരണം സ്റ്റോറേജ് കുറവാണ്, എല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അതായിരുന്നു റീസൺ. ഓൾസോ ക്യാമറയിൽ ഇത് ബാറ്ററി എന്തോ ഇഷ്യൂ ആയിട്ട് അതും വർക്കാവുന്നില്ല. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത അഖിൽ ബിജു, നീറ്റ്നെസ് അഖിൽ ബിജു കണ്ണൂർ. ഇവരൊക്കെ ആക്ച്വലി അന്ന് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ. ആൻഡ് ആഷ്ലി, ആകാശൊക്കെ ഓ പാവം, എല്ലാവരും ഒരുപാട് പേടിച്ചല്ലേ. എന്തായിരുന്നു അന്നത്തെ എക്സ്പീരിയൻസ്, പറയൂ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് കൊറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഉള്ളിലായിരുന്നു നമ്മള് പുറത്ത്, ഹോസ്പിറ്റലിൽ രണ്ടുപേരെ, എമർജൻസിക്ക് ഉള്ളില് രണ്ടുപേരെ. അല്ലാണ്ട് കൊറേ പേര് വരുന്നുണ്ടായിരുന്നു. നമ്മള് അവിടെ എന്നെ മറ്റ് ഇതാക്കിയില്ലേ, റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തില്ലേ, അപ്പൊ അവിടെ കൊറേ പേര് വരുന്നുണ്ട്. ടൈമിംഗ് ഉണ്ട്. സൈൻ ലബാന്റെ ഓണറിനെയൊക്കെ മീറ്റ് ചെയ്തു, ഷെയറൊക്കെ എന്തൊക്കെയോ കൊടുക്കുന്നു. രാത്രിയായി പിന്നെ അല്ല സെയിം അന്ന് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് പിറ്റേ ദിവസം എല്ലാം സെറ്റായി. പിന്നെ നമ്മൾ ഓക്കെ ആയെന്നൊക്കെ കരുതിയിട്ട് ഇങ്ങോട്ട് എത്തിയത്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി സെയിം സ്പോട്ടിൽ പോയി അവിടെ വെച്ച് വീണ്ടും എഗെയിൻ വന്നു. പക്ഷെ അപ്പോൾ വന്നത് എന്താ, അപ്പോഴേ ഈ ടെമ്പറേച്ചർ ഒക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയത് അല്ലേ. നോർമലായിരുന്നു, സഡൻ ആയിട്ട് ഞാൻ പറഞ്ഞു സഡൻ ആയിട്ട് എന്താ നല്ല വേദന ഇല്ല, സമ്മതിക്കില്ല. സ്ട്രോങ് വുമണാ നമ്മള് പറഞ്ഞത്. അൺടിൽ ആ വേദന കൊല്ലുന്നവരെ. ഇഗ്നോർ ഓൾ ദിസ് ഗൈസ്. സോ
എന്നിട്ട് എന്താ പെട്ടെന്ന് ടെമ്പറേച്ചർ ഒക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി. പിന്നെ ഫുഡ് പാർസൽ എടുത്തിട്ട് നമ്മൾ നേരെ അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അന്ന് രാത്രി നടന്ന് എന്നിട്ട് ഇവിടെ വന്നു. ഇവിടെ എത്തിയിട്ട് ഹോട്ട് ബാഗ് വെക്കുക, മൂവ് ഇടുക, പിന്നെ എന്ത് സ്പ്രേ ആയിരുന്നു? ഓൾനി അടിച്ച് എല്ലാം അടിച്ച് നോക്കി. പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. വീണ്ടും ചാകുന്നായി. അപ്പോഴത്തേക്ക് ഇവരെന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി, എന്നെ നാട്ടിൽ കയറ്റി വിടുമെന്ന്. അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്നത്തോടെ ഇനി എല്ലാം തീരും. അല്ല അതിനുശേഷം എന്തെങ്കിലും അതിനുശേഷം നമ്മള് ആ രാത്രി തന്നെ ക്രിയേറ്റീവ്സിൽ പോയി. അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആയിട്ടില്ലല്ലോ. പിന്നെ അന്ന് രാത്രി സീനാണ്. പിന്നെ അന്ന് രാത്രി സീനായി. പിന്നെ പാവം അമ്മയൊക്കെ വിളിച്ചിട്ട് ഫുള്ള് സൈഡൊക്കെ ആയിരുന്നു. കയറ്റി വിടാനൊക്കെ പറഞ്ഞു വീട്ടിലോട്ട്. പിന്നെ ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ വൺ ഡേ എൻ്റെ ഫ്രണ്ടിന്റെ റൂമിലായിരുന്നു സ്റ്റേ ചെയ്തത്. ദെൻ വി കെയിം ബാക്ക് നെക്സ്റ്റ് ഡേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് എക്സാം ആയതുകൊണ്ട് ആക്ച്വലി ഞാൻ നാട്ടിൽ പോകാത്ത, അല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും. പിന്നെ നാട്ടിൽ പോയ ഷോക്കാണ് ഗൈസ്. എന്താണ് അമ്മയില്ലല്ലോ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ പിന്നെന്താ ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് അമ്മനെ പോകാത്ത. ടു ബി ഓണസ്റ്റ് അമ്മ അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ വരാനാണ് നിന്നത്. അമ്മ ആക്ച്വലി വരാനായിരുന്നു. തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പത്തേക്ക് ഇതൊക്കെ ബെറ്ററല്ലേ വരുന്നത്. അത് കഴിഞ്ഞിട്ടാ ഈ ബോംബും ഇഷ്യൂസും എല്ലാം വന്നത്. എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്ത് ഫുള്ള്. സോ അത് കാരണം ഇപ്പോ റിക്കവറായി വരുന്നുണ്ട്. 2 weeks ആയി. മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് വരുന്നത്. ഐ മീൻ പെയിനൊക്കെ ഉണ്ട്, പെയിൻ ഇല്ലാന്നല്ല. ഇതുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും അല്ലേ? പറയണോ? അത്രേ ഉള്ളൂ. വേദനയുണ്ടോന്ന് ചോദിക്കുമ്പോ ഇല്ല. ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യണോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മെഡിസിനിലൊക്കെയാണ്. സോ ഇനിയിപ്പോ ഫോർ 2 months ഇത് ചെയ്യാൻ പറ്റില്ല. ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ജിമ്മോ സ്വിമ്മിങ്ങും പറ്റൂല, ജഗ്ലിങ്ങും പറ്റില്ല. ഇപ്പം ജഗ്ലിങ് ചെയ്യുന്നുണ്ട്. പറ്റുവേ ഇല്ല. സോ ബേസിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല, നടക്കാനേ പറ്റൂ. പിന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് ACL ടയർ ഉള്ള കാരണം അതിനും പെയിൻ ഉണ്ട്. പിന്നെ ഇതിന്റെ പെയിൻ കില്ലർ എടുക്കുമ്പോൾ അതിന്റെ പെയിനും അറിയുന്നില്ല. ഐ മീൻ എല്ലാം കൂടി ഒന്നിച്ചല്ലേ. സോ ഇപ്പൊ പിന്നെ അവര് തന്ന മെഡിസിൻ എന്താ ഡോസ് കുറവാ, പവർ കൂടുതലാ. ആദ്യം രാത്രി മാത്രമായിരുന്നു, രാവിലെ രാത്രി. ഇപ്പൊ ഉച്ചയ്ക്ക് രാത്രി ഷോക. അത് നല്ല. രാവിലെ എനിക്ക് ആക്ച്വലി മെഡിസിൻ കിട്ടുന്നത് ഭയങ്കര ഇതാ. കാരണം ഫുഡ് കഴിക്കണം, അതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കഴിക്കണം. എനിക്ക് രാവിലെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഇത് അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് കഴിച്ചപ്പോ പോകുന്നത്. ഇതിൽ സെറ്റ് ആയില്ലെങ്കിലായിരിക്കും സർജറി. ബട്ട് സർജറി വരെ ഒന്നും നമ്മൾ പോവില്ല. അതിന് മുമ്പേ നമ്മളെല്ലാം സെറ്റ് ആക്കി വെക്കും, അത്രേ ഉള്ളൂ. സോ ഇനി ജിമ്മും പോയി ബാക്കി എല്ലാ ആക്ടിവിറ്റീസും പോയി. സോ ഇനിയിപ്പോ ഡയറ്റ്, ഷുഗർ കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം അത്രേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് തീർത്തിട്ട് വേണം ഷുഗർ കട്ട് തുടങ്ങാൻ. അതെ അത് ശരിയാ ഗൈസ്. ഒരു സൈൻ ലെവലൊക്കെ കഴിച്ചിട്ട് നിർത്തും കേട്ടോ. എന്തുകൊണ്ട് ഈ വ്ളോഗ് റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാ ഇപ്പൊ എനിക്ക് വേറെ പണിയില്ലല്ലോ ആക്ച്വലി. അത്രേ ഉള്ളൂ. പിന്നെ എന്റെ കൂടെ ഉള്ള 2 എഡിറ്റേഴ്സിനെ കണ്ടിട്ടില്ലേ? നമ്മളെ ലാസ്റ്റ് റീലൊക്കെ എഡിറ്റ് ചെയ്ത ഗൈസ്. ടെസ്റ്റിഫൈ കുഞ്ഞൻ സി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലല്ലോ അങ്ങനെ. നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നതിന് അത്ര റീച്ച് ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് എടുക്കുന്നതായിരിക്കും പെട്ടെന്ന് ഇതാവുന്നത്. ആക്ച്വൽ ഡേ ഇൻ മൈ ലൈഫ് നോട്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയി അതെല്ലാ ദിവസവും ഉണ്ടാവുന്നതല്ല. പിന്നെ ഇന്ന് പുറത്തുനിന്ന് കഴിച്ചു, അതും ഡെയിലി ഉണ്ടാവുന്നതല്ല. റാൻഡം ഡേ, ഒരു റാൻഡം ഡേ ആണ് ഗൈസ്. അല്ലാണ്ട് ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അങ്ങനൊന്നും പറയാൻ പറ്റില്ല. കാരണം കോളേജിൽ പോകും, അത് ആസ് യൂഷ്വൽ. ബട്ട് ഡെയിലി പുറത്തുനിന്ന് കഴിക്കില്ല നമ്മള്. പിന്നെ ലഞ്ച് നമ്മൾ കഴിക്കാറില്ല. ഇന്ന് ലഞ്ചും അല്ല കഴിച്ചത്, ഈവനിങ് കഴിച്ചത്. പിന്നെന്താ, അതൊക്കെയാണ്. ഇനി നാളെ തൊട്ട് ജിമ്മിലൊക്കെ പോകും. സോ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനിയിപ്പോ ആക്ച്വലി ഞാൻ 7ാം ക്ലാസ് തൊട്ട് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാ. അന്നോട്ട് ഇന്ന് വരെ എന്റെ ലൈഫിൽ ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ടില്ല. ലൈക്ക് ഒന്നിൽ ഫുട്ബോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ജിം അല്ലെങ്കിൽ രാവിലെ ജോഗിങ്ങിന് പോകും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹോം വർക്ക് എന്തെങ്കിലും ചെയ്യും. എനിക്ക് ഹാൻഡ് ഇഞ്ചുറി ആയിരുന്നപ്പോഴും ഞാൻ അറ്റ്ലീസ്റ്റ് ഹോം വർക്ക് ചെയ്യും. പിന്നെ 10K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഡയറ്റ്, ഷുഗർ കട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡയറ്റ്, ഷുഗർ കട്ട് ഇവര് കാരണം നടക്കുന്നില്ല. പക്ഷെ വർക്കൗട്ട് എന്റെ ബോഡി കാരണവും നടക്കില്ല. സോ ബേസിക്കലി ഒന്നും നടക്കുന്നില്ല. അത് കാരണം എനിക്ക് ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, വിഷമമുണ്ട് കേട്ടോ ആക്ച്വലി. കാരണം ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഹാപ്പിനെസ് ഇല്ല. ഹാപ്പിനെസ് ഇതൊന്നും ഇല്ല, മനസ്സിലായ?
അപ്പൊ ഹാപ്പിനെസ് ആ വലുത് ഗൈസ്. എന്തായാലും ലൈഫ് സ്റ്റൈലൊക്കെ മാറും എന്തായാലും. ഓക്കെ ചിലപ്പോൾ മാറൂല വേറെ കാര്യം, പക്ഷെ ഹാപ്പിനെസ് സമാധാനമാണ്. ഐ മീൻ നമ്മളപ്പുറം ഉണ്ടാകത്തില്ല. സമാധാനം പോയി ഗൈസ്. ഒരു സമാധാനം ഇല്ല ഇപ്പൊ സമാധാനം ഇല്ല ആക്ച്വലി. പക്ഷെ എന്താല്ലേ എനിക്കൊരു ഇത് വന്നപ്പോൾ എല്ലാവരും വന്നു. ലൈക്ക് ലിറ്ററലി ഓൾ ദ പീപ്പിൾ ആർ ഹിയർ ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് മീ. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഗൈസ്. ഫോർ ദാറ്റ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു ഗോഡ്. സോ ഇനിയിപ്പോൾ നമ്മൾ ടീ കുടിക്കാൻ പോകുന്നു. ഇത്രയും ടൈം അത് കഴിഞ്ഞിട്ട് എടുക്കാത്തത് റൂമിൽ വന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കുമായിരുന്നു. പിന്നെ ഇവരൊക്കെ ഒന്ന് വീണ്ടും വെക്കുകയും ഇനിയിപ്പോൾ പുറത്ത് പോയി ടീ ഒക്കെ കുടിക്കണം. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വരും. ദ ഡേ ഗോൺ എൻഡ്. സോ ദാറ്റ്സ് ഹൗ ടുഡേ ഐ സ്പെൻഡ് ഇറ്റ് ആക്ച്വലി. ലെറ്റ് മീ സീ ഇഫ് എനി അതർ തിങ്സ് ഐ വിൽ ലെറ്റ് യു നോ. സോ ഇനിയിപ്പോൾ ചായ കുടിക്കാൻ പോകണം. സോ യാ ഗൈസ് ഇനി എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ ഗൈസ് ബൈ ബൈ ഫോർ നൗ ബൈ. എനിക്ക് പിന്നെ അധികം ഇഷ്ടമില്ല കാരണം ഭയങ്കര ക്രൗഡഡ് അല്ലേ, അതുകൊണ്ട്. കാരണം ഒരു പണിയും ഇല്ല. ഞാനാണെങ്കിൽ ജിമ്മിലൊക്കെ പോകും. ഞാൻ കോളേജ് കഴിഞ്ഞ് വന്ന ഉടനെ ജിമ്മി. പിന്നെ കോളേജ് കഴിഞ്ഞ് വന്നോണ്ടേ ജിമ്മിൽ പോകും. അങ്ങനത്തെ ഞാനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അവിടെ നമ്മൾ ഇരിക്കല ബാക്കില്. അതവിടെ അതാ ഇവിടെ. അപ്പൊ പിന്നെ എന്തെന്ന് 4 to 8 ഇരുന്നിരുന്നിട്ട് ഇതാ ഇവിടെ ഒരു ജിമ്മുണ്ട്. അതാ ഈ ജിമ്മ് ഫിറ്റ്നസ് വൺ. പിന്നെ അവിടെ ഞാൻ പോവാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ കളിയാക്കും, മനസ്സിലായ. എന്നിട്ട് പിന്നെ ഇവൻ തുടങ്ങും. പിന്നെ റൂംമേറ്റ്സ് എല്ലാവരും വന്നു. 6 പേര് സെയിം ജിമ്മ്. ഇതാ അവൻ അടുത്ത് ചങ്ങായി അടുത്ത് ഓനൊക്കെ പോയി. അടുത്ത ശശി ഫ്രം ഇവനെ കുറച്ച് സീനായി. ഇവന്റെ കൈയൊക്കെ സീനായി. ഇത് കണ്ടോ? നാട്ടുകാർ കാണും. ഇത് കമ്പിയാ കഴിച്ചതാ. ഇതിനും ഞാനാ പോലെ ഞാൻ പാവം. പിന്നെ ഇവന് നല്ലൊരു ബോഡിയായി വന്നേ, പക്ഷെ ഇവനും ഭാഗ്യമില്ല. പിന്നെ ജിമ്മൊക്കെ നിർത്തി കഴിച്ചു. തൊട്ടോക്ക് കമ്പി ഫീലാവും. ഇതിന്റെ വലിയ ആളാട്ടോ. KSRTC ടോപ്പാ ശരിക്കും. ആ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വലിയ പുള്ളിയാ. ലൈഫ് ഡേ ഇൻ ഹെർ ലൈഫ്. ഐ മീൻ ഇതങ്ങനെയല്ല. ഇതിപ്പോ റാൻഡം ഡേ. ഇതൊക്കെ അൺഹെൽത്തിയാ. ഇതൊക്കെ സ്മൂത്തിയെ കുടിക്കൂ, മറ്റേ വേ പ്രോട്ടീൻ കലക്കിയ. ഇത് പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന ഫുഡേക്ക് ഇവിടെ വെറുതെ ധ്വനി ഗൈസ് ആണേ ആയി പറ. ധ്വനി ഈസ് ഫ്രം കണ്ണൂർ. എൻ്റെ ജൂനിയറാ. ഐ മീൻ അതുവരില്ലേ കഥയാ. ധ്വനി ധ്വനി ഫുഡ്. അപ്പോ ധ്വനി എന്നാ അപ്പൊ ധ്വനി എന്ന് വെച്ചാ എന്റെ നാട്ടിലാ. ധ്വനിന്റെ നാട് ചാലക്ക. അതോ ഫുള്ള് പറയാൻ പറ്റില്ല. അപ്പൊ ആൾക്കാരൊക്കെ വീട്ടിൽ വരും. അപ്പൊ പിന്നെ കണ്ടോ ഗൈസ്. ഇതാണ് ഡെയിൻ കൊടുക്കണ ഭാഗത്ത്. കുഞ്ഞെ എഡിറ്റർ ഞാൻ കുടിച്ചു ഗൈസ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ധ്വനി നിങ്ങളുടെ സീനിയർ ആയിരിക്കും. ആ ടൈം ധ്വനീനെ മറക്കരുത് ഗൈസ്. റെസ്പെക്ട് ചെയ്യുക. ഓക്കെ ധ്വനീനെ കാണുമ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്യുക.
അല്ലെങ്കിൽ വന്ന് ചോദിക്കും. അല്ല നമ്മളല്ല അവർ ചോദിക്കും. അല്ലേ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വന്ന് ചോദിക്കണം വ്ളോഗിലുണ്ടായിരുന്ന ധ്വനി അല്ലേ, ധ്വനി ഫ്രം കണ്ണൂർ, ആ ധ്വനി ചെമ്പിലോട്. എല്ലാവരും വന്ന് ചോദിക്കണം, എല്ലാവരും കമ്പനി ആവണം. ഓക്കെ, വേറെ എന്നാ അത്ര വേറെ കുറച്ച് പേര് വരാനുണ്ട്. അപ്പൊ പിന്നെ എന്നോട് ബാക്കി അതൊക്കെ ഇവന്റെ ഫ്രണ്ട്സ് ആണ് ഗൈസ്. ബൈ ദ വേ നമ്മള് ഇവരുടെ ഇല്ലാവട്ടെ, എനിക്ക് വലിയ കമ്പനി ആയിട്ടില്ല. ഇപ്പോഴും ഈ ടീമിനൊക്കെ ഞാൻ പരിചയപ്പെട്ടത് ബൈ ദ വേ ഒരു 2 months ഒക്കെ ആവും. എന്നെ കുറച്ച് ഇവനെ കുറച്ചായി. പിന്നെ വേറെ ഒന്നും പറയുന്നു. ആ ക്രീം ബൺ ഉണ്ട് ഗൈസ് ആ കയ്യില് 3 സാധനം ബട്ടർ ബൺ ഫ്രം പാരീസ് ബേക്കറി. ഫ്രം ഷൗട്ട് ഔട്ട് ടു പാരീസ് ബേക്കറി. കുത്തന്നൂർ. ഹേ ഗായ്സ്, ഹെവി യോ. സോ റൂമിലെത്തി, ഇനിയിപ്പോൾ ഷവർ എടുക്കണം, ദെൻ ഐം ഗോണ സ്ലീപ്പ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എന്താ പറയുക, സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഡേ ഇൻ മൈ ലൈഫ്, ഇറ്റ്സ് എ റാൻഡം ഡേ ആക്ച്വലി. ഞാനിങ്ങനെ ഡെയിലി ഹോസ്പിറ്റലിൽ പോകില്ല. ഓൾസോ പുറത്തുനിന്ന് ഇങ്ങനെ ലൈക്ക് ലഞ്ചൊന്നും അങ്ങനെ കഴിക്കാറില്ല. ആൻഡ് ബട്ട് ഫ്യൂ ഡേയ്സ് ആയിട്ട് പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കുന്നത്, ലൈക്ക് ഡിന്നറൊക്കെ. കാരണം ഈ ഒരു ഇഷ്യൂ കാരണം കുക്ക് ചെയ്യുന്നതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായി. സോ അത് കാരണം ബട്ട് ഐ സ്റ്റാർട്ടഡ് ഓൾമോസ്റ്റ് എവറിഥിങ് again. So coming videos I'm gonna post my diet videos or some stuff like that, and cooking videos and all I will share with you all. And maybe one more a day in my life, like actual day in my life, I will share with you. So yeah, that's how today I spent it, and I hope you guys enjoyed this vlog. Yeah guys, that's it for today, and I hope you guys enjoyed also. So thanks for watching. Until next time, see you soon.